അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം ചൂസ് ചെയ്യുന്ന രണ്ട് വെബ്സൈറ്റാണ്. ഒന്ന് ആമസോൺ അഫിലിയേറ്റും അതുപോലെ ക്ലിക്ക് ബാങ്ക് അഫിലിയേറ്റും. ക്ലിക്ക് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിനേക്കാൾ നല്ല ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കൂടുതൽ എമൗണ്ടിന് വലിയ ഹ്യൂജ് എമൗണ്ടിന് ഹ്യൂജ് കമ്മീഷൻ കിട്ടുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ക്ലിക്ക് ബാങ്കിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിക്ക് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു സൈറ്റ് പലരുടെയും സ്വപ്നമാണ്. അതിൽ സക്സസ് ആവണം, അതിൽ നിന്ന് ഡെയിലി നമുക്കൊരു ഇൻകം വന്നുകൊണ്ടിരിക്കണം, നല്ലൊരു അഫിലിയേറ്റ് ഏണിംഗ് നമുക്ക് ആ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും പലരും അതിൽ നിരാശപ്പെട്ട് പോകാറാണ്. കാരണം അവർക്കൊരു സെയിൽ ലഭിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു എന്നുള്ളത്. പലപ്പോഴും പല ആളുകൾക്കും സെയിൽ കിട്ടാതെ നിർത്തി പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഇന്ന് പറയാൻ പോകുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾ ഒരു ഓൾമോസ്റ്റ് ഇത് ഫ്രീ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഒന്നും കൊടുക്കേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 2 ഡേ 3 ഡേ കൂടുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക. മിക്കവാറും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലൂടെ തന്നെ ഫസ്റ്റ് സെയിൽ വരുന്നതായിരിക്കും. ഓക്കെ, കാരണം അത്രയും സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് അത്രയും ചെയ്യാൻ സാധിക്കുന്നതും എന്നാൽ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പ്രൊഡക്റ്റാണ് വേണ്ടത്. അറിയാലോ, നമുക്കൊരു ഹോപ്പ് ലിങ്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇനി ഈ ക്ലിക്ക് ബാങ്കിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുൻപും ക്ലിക്ക് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ക്ലിക്ക് ബാങ്ക് എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കാനും എങ്ങനെയാണ് ക്ലിക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലിക്ക് ബാങ്കിൻ്റെ വീഡിയോകളൊക്കെ തന്നെ ഒരു പ്ലേ ലിസ്റ്റ് ആക്കാൻ ശ്രമിക്കാം. ഇന്ന് പിന്നെ ഇതിലേക്ക് വരുന്ന ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലേ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ക്ലിക്ക് ബാങ്കിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇവിടെ ക്ലിക്ക് ബാങ്ക് മാർക്കറ്റ് പ്ലേസിൽ വന്നതിന് ശേഷം നമുക്ക് ഇന്ന് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നിഷകൾക്കാണ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഹെൽത്തിൽ ഇപ്പോൾ ഗ്രാവിറ്റി നല്ല സ്കോറിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ ചൂസ് ചെയ്യാണ്. ഉദാഹരണത്തിൻ്റെ ഇവിടെ ഇക്കാരിയ ജ്യൂസ് എന്ന് പറയുന്ന ഹോട്ട് വെയിറ്റ് ലോസിൻ്റെ ഒരു ജ്യൂസ് മോഡൽ ഡയറ്റ് പ്രോഗ്രാം ഞാൻ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് എന്ന് പറയുമ്പോൾ 135.98 ഇതിൻ്റെ കമ്മീഷൻ, അതായത് ഡോളറാണ്. $136 നമുക്കിതിന്ന് ഒരു സെയിലിൽ നിന്ന് കമ്മീഷൻ കിട്ടും. അതായത് ഒരൊറ്റ ആൾ നമ്മുടെ ലിങ്ക് വഴി പർച്ചേസ് ചെയ്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് $136 നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ പ്രൊമോട്ട് ബട്ടൺ കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ഹോപ്പ് ലിങ്ക് കൊടുക്കുന്നു. അങ്ങനെ ഹോപ്പ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമായിട്ടുള്ള എൻ്റെ അഫിലിയേറ്റ് ID ഇവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇവിടെ മുകളിൽ നിങ്ങളുടെ നിക്നെയിം, ഇവിടെ നിക്നെയിം ചോദിക്കുന്നതിന് നിങ്ങളുടെ യൂസർ നെയിം ആണ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ഹോപ്പ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടി. ഓക്കെ, ഇത് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നേരെ ഫേസ്ബുക്കിൽ പോവുക. ഓക്കെ, ഫേസ്ബുക്കിൽ പോയതിന് ശേഷം ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ടയർ 1 കൺട്രികൾ മാക്സിമം ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് UK, USA പോലുള്ള രാജ്യങ്ങൾ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഹെൽത്ത് ഗ്രൂപ്പുകൾ, ഉദാഹരണത്തിന് ഓസ്ട്രേലിയ ഹെൽത്ത്, അതുപോലെ ഹെൽത്ത് ഓസ്ട്രേലിയ, ഇത്തരത്തിലൊക്കെ ഫേസ്ബുക്കിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ആ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 1-2 ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നേരെ നിങ്ങൾ ഇവിടെ താഴെ കാണുന്ന സെർച്ച് ബാറിലേക്ക് വരിക. അതായത് നമുക്കിവിടെ ഗ്രൂപ്പിനകത്ത് അതിലുള്ള കണ്ടൻറ്റുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെർച്ച് ബാർ ഉണ്ടായിരിക്കും. ഈ സെർച്ച് ബാറിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഡ്രോപ്പ് യുവർ എന്ന് പറയുന്ന ഒരു പ്രോംപ്റ്റ്, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് അങ്ങനെ കൊടുക്കുക. ഡ്രോപ്പ് യുവർ എന്നിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സോ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇത്തരത്തിലൂടെ നിങ്ങൾക്കൊരു പോസ്റ്റ് കാണല്ലോ, ഫ്രീ വെയിറ്റ് ലോസ് ടിപ്സ് ഡെയിലി, പുട്ട് യുവർ ഇമെയിൽ ID ഇൻ കമൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഒരുപാട് ഗ്രൂപ്പിനകത്ത് കിടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾ നോക്കുക, 2019 ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ മാക്സിമം നമ്മൾ പുതിയ പോസ്റ്റുകൾ എടുക്കുക കേട്ടോ. 2022, 2023 റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സമയത്ത് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മേ ബി അതിന് നല്ല റീച്ച്, അതിൽ നിന്ന് നമുക്ക് നല്ല ക്വാളിറ്റി ലീഡുകൾ കിട്ടും. ലീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കൺവേർഷൻ, നമ്മുടെ സെയിലാണ് അവിടെ പറയുന്നത് ലീഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ നിന്ന് നമുക്ക് എക്സാക്റ്റ് ലീഡ് കിട്ടും, കറക്റ്റ് ഓഡിയൻസിനാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുന്ന ഈ ഗ്രൂപ്പിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ ഇഫ് സമൺ വാണ്ട് ഫ്രീ വെയിറ്റ് ലോസ് 2020 e-book. ഓക്കെ, അപ്പോൾ ആ ഒരു e-book വേണ്ട ആളുകൾ ഇവിടെ കമൻറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ആരായിരിക്കും? വെയിറ്റ് ലോസ് ആവശ്യമുള്ള, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ അത്രമേൽ താല്പര്യമുള്ള, വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മെയിൽ ID കളായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 2 കമൻറ്റ്സ് ഉള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കമൻറ്റ് ഇവിടെ കണ്ടല്ലോ, ഇത് നേരെ നമ്മൾ കോപ്പി ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഓരോ കമൻറ്റും നിങ്ങൾ കോപ്പി ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ കമൻറ്റുകളൊക്കെ തന്നെ നമ്മൾ മീൻസ് ഇങ്ങനെയുള്ള ചില സമയത്ത് അത് മെയിൽ ID ആയിരിക്കാം, ചിലപ്പോൾ വാട്സപ്പ് നമ്പർ ആയിരിക്കാം, കോൺടാക്ട് നമ്പർ ആയിരിക്കാം. എനിഹൗ ഇവിടെയുള്ള ഒരുപാട് ലീഡുകൾ നമുക്ക് ഇങ്ങനെ ഡ്രോപ്പ് യുവർ എന്നൊരു പ്രോംപ്റ്റ് എന്നൊരു കമാൻഡ് നമ്മൾ ഒരു ഗ്രൂപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു 3-4 ഗ്രൂപ്പുകളൊക്കെ എടുത്ത് നോക്കുക. അതിലൊന്നും ഒതുക്കണ്ട, നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നോക്കുക. കാരണം നിങ്ങൾക്ക് എക്സാക്റ്റ് ഓഡിയൻസിനെ കണ്ടെത്താൻ പറ്റും.
ഇനി ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ജസ്റ്റ് നമുക്ക് ഒരു ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെയിൽ ഐ ഡി തുടങ്ങാം. അപ്പോൾ health123@gmail.com അങ്ങനെയുള്ള ഒരു മെയിൽ ഐ ഡി തുടങ്ങിയിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യാം, നമുക്ക് ഇവർക്ക് കുറച്ച് ഹെൽത്ത് ടിപ്പുകളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെയിൽ അയക്കാം. ആ മെയിലിനകത്ത് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് നമുക്കതിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഹെൽത്ത് ഇഷ്യൂ നോക്കിയതുപോലെ തന്നെ ഈ ഒരു ടേം നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നതാണ് ഓൺലൈൻ മണി മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ കൂടി. ഓൺലൈൻ മണി മേക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഉദാഹരണത്തിന് ഈ ബിസിനസ്സിനകത്തും അതുപോലെ സെൽഫ് ഹെൽപ്പിനകത്തൊക്കെ വരുന്ന പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അഫിലിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ഇവിടെ ഫേസ്ബുക്കിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യണം, ഓൺലൈൻ മണി മേക്കിംഗ് അതുപോലെ വർക്ക് ഫ്രം ഹോം അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ എടുക്കുക. അപ്പോൾ അത്തരം ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലെ ഡ്രോപ്പ് ഡൗൺ അല്ലെങ്കിൽ ഡ്രോപ്പ് യുവർ കമൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിലൊക്കെ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഓൾറെഡി പോസ്റ്റുകളുണ്ടായിരിക്കും. ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി ഓൺലൈൻ മണി മേക്കിങ്ങിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് കാണാം. യെസ് ഐ നീഡ് വർക്ക്, ഐ വാണ്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും. അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ അവരുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ, ഈവൻ ആരെങ്കിലും അത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യാം, ആ മെയിൽ ഐ ഡികൾ എടുക്കാം. ഓക്കെ, മെയിൽ ഐ ഡികൾ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറൊക്കെ ആയിരിക്കും അത് നമുക്ക് എടുത്തിട്ട് ഇത്തരത്തിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് വെച്ചുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് സെയിൽ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് കണ്ടെത്താനും സാധിക്കും. ക്ലിക്ക് ബാങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ടൊരു മെത്തഡാണ്. നിങ്ങൾ കൂടുതൽ സമയം ഇത് ചെയ്യുകയാണ്, കൂടുതൽ ഗ്രൂപ്പുകളിൽ പോയിട്ട് ഇത് റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ കിട്ടും. ആ ഡാറ്റകളൊക്കെ തന്നെ നല്ല ക്വാളിറ്റി ഡാറ്റയാണ്. കാരണം അത് എക്സാക്റ്റാണ് വേണ്ട ആളുകളായിരിക്കും അവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അവരുടെ മെയിൽ ഐ ഡി വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കാറ്റഗറിയിൽ അത്രയധികം ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള ക്ലിക്ക് ബാങ്ക് ടിപ്പുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം കൂടി പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ക്ലിക്ക് ബാങ്കിൻ്റെ നല്ല കുറച്ച് കോഴ്സുകൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കോഴ്സുകളാണ്. അതിന് ഓരോരോ വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലാസ് ഉള്ളതാണ് കേട്ടോ. നമുക്ക് എൻ്റെ സൈഡിൽ നിന്ന്, എൻ്റെ ചാനലിൻ്റെ സൈഡിൽ നിന്ന് ഓൾറെഡി നമുക്ക് ട്യൂഷൻ ക്ലാസ്സുകളും ഫ്രീ ട്രാഫിക്കിൻ്റെയും പേ ട്രാഫിക്കിൻ്റെയും സ്വന്തം വെബ്സൈറ്റ് തുടങ്ങുന്നതിൻ്റെ ക്ലാസ്സുകളൊക്കെ, സ്വന്തം സൈറ്റ് തുടങ്ങിയിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക, നമ്മുടെ സ്വന്തം സൈറ്റ് തുടങ്ങുന്നതിലൂടെ. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ മുൻപ് പഠിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും മുൻപ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സെഷനുകൾ ഏതൊക്കെയാണെന്നുള്ളതും ഞാൻ ഇനി വരുന്ന ക്ലിക്ക് ബാങ്ക് വീഡിയോകളോട് ഓരോന്നോരോന്നായിട്ട് കാണിക്കേണ്ടത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സെഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 4 to 5 കോഴ്സാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അതിൽ തന്നെ നമുക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ ലഭിക്കേണ്ടായി. പിന്നീട് എല്ലാ കോഴ്സും നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ്, അതായത് ഓരോ കോഴ്സ് എടുക്കുന്ന സമയത്തും നമുക്ക് അതിനകത്ത് വീണ്ടും എക്സ്പെൻസ് വരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു കോഴ്സ് പർച്ചേസ് ചെയ്തു, അപ്പോൾ ആ കോഴ്സ് നമുക്ക് 100% വർക്കൗട്ട് ആയി എന്ന് കരുതണമെന്നുണ്ടെങ്കിൽ അവരതിൽ പറയുന്ന കുറേ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില ഏതെങ്കിലും സൈറ്റിൽ പോയിട്ട് നമ്മൾ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ 100% ഞാനത് വർക്കൗട്ട് ചെയ്തു എന്ന് പറയാൻ സാധിക്കുക. ഈ ക്ലാസ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 1 or 2 year മുൻപൊക്കെയാണ്. കുറച്ച് മുൻപ് തന്നെയാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഒറ്റയ്ക്കല്ല പർച്ചേസ് ചെയ്തത്, എൻ്റെ ഫ്രണ്ട്സ് മീൻസ് ഞാനും എൻ്റെ മറ്റ് 8 പേര്, ഞങ്ങൾ 8 പേര് ചേർന്നിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. കാരണം എല്ലാവരും കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഈ 8 പേരും തന്നെ കുറച്ച് എമൗണ്ട് വെച്ചിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. കാരണം അത്ര നല്ല ഹ്യൂജ് ഫീസ് ഇതിന് വരാറുണ്ട്. ഇപ്പോൾ കറൻ്റ് ഇതിൻ്റെ എത്ര ഫീസ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നോക്കുക. അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ മീൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 1,07,000. ഓക്കെ, 1,07,000 രൂപയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ടാക്സ് അടക്കം വെച്ച് നോക്കുന്ന സമയത്ത് 1,07,000 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് സിംഗിളായിട്ട് അഫോർഡബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫ്രണ്ട്സിനൊക്കെ ജോയിൻ ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ലാംഗ്വേജിന് ഇഷ്യൂ ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഇംഗ്ലീഷാണ് കോഴ്സ് വരുന്നത്. ലാംഗ്വേജിന് ഇഷ്യൂ ഉണ്ട്. ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ ഒരു പുറത്തുനിന്ന് ക്ലാസ് എടുത്ത് തരുന്നത് ഇംഗ്ലീഷ് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലു ഫ്രീലാൻസറിൻ്റെ ക്ലാസ് ചേരാം കേട്ടോ. അത് മലയാളം ക്ലാസ്സുകളാണ്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറേ സൈറ്റുകളുണ്ട്. അത് ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളിൽ നിന്നും അത് നമുക്ക് ഇവിടുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ മാത്രം എടുത്തു വെച്ചിട്ടാണ് എൻ്റെ ക്ലാസ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് അപ്പോൾ ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ മലയാളത്തിൽ നമ്മുടെ ക്ലാസ്സുകളുണ്ട്. ഓക്കെ, ഫ്രീ ട്രാഫിക്കിൻ്റെ ക്ലാസ്സുകളുണ്ട്, അതുപോലെ പേ ട്രാഫിക്കിൻ്റെ ക്ലാസ്സുകളുണ്ട്. സ്വന്തമായിട്ട് വെബ്സൈറ്റ്, സ്വന്തമായിട്ട് ബ്ലോഗ് സൈറ്റുകൾ തുടങ്ങിയിട്ട് അതിലൂടെ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു കോഴ്സ്. ഇനി ഇത്തരത്തിലുള്ള കുറച്ച് കോഴ്സുകൾ ഞാൻ വരുന്ന വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ലാംഗ്വേജും അതുപോലെ പേയ്മെൻറ്റും ഒക്കെ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ക്ലിക്ക് ബാങ്കിൻ്റെ കുറച്ച് ഇത്തരത്തിലുള്ള ടിപ്പുകൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോകൾ അതൊരു ഷോർട്ട് ടിപ്പാണ്, അല്ല ചെറിയൊരു ടിപ്പാണ്, പക്ഷേ നമുക്കത് കൂടുതൽ വർക്കൗട്ട് ആവാൻ ചാൻസ് ഉള്ള ഒരു ടിപ്പാണത്. സോ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകളായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.